നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്ത്. ഇരു വൃക്കകളും തകരാറിലായ നിർധന യുവാവ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നു. കിഡ്നിയുടെ അസുഖമാണ്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നാളായിട്ട് പെട്ടെന്ന് ഛർദിലും നടക്കാൻ വയ്യാതെയും കാലിൽ ഇരിക്കുന്ന പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവരുന്നതിനായിട്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആഴ്ച 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 മക്കളാണ്. അവർ ഒരാൾ 10ലും ഒരാൾ 7ലും പഠിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രീതിയിൽ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പം തന്നെ നാട്ടുകാരെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുന്നത്. മരുന്നിന് പോലും പൈസയില്ല. വേണ്ടി നിങ്ങളാ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്യുകയാണ്. ഇപ്പം എന്നാണ് കണ്ണിനും പ്രശ്നമായിട്ടിരിക്കുക. കണ്ണിന് വലത്തെ കണ്ണ് പൂർണ്ണമായിട്ട് കാഴ്ച ഇല്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഓപ്പറേഷൻ ചെയ്താലും അവർ ഉറപ്പൊന്നും പറയുന്നില്ല. നമുക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാതെ ചെയ്യാനുള്ള ഇപ്പം മറ്റേ കണ്ണിനും ഇപ്പം പ്രശ്നമായിട്ടിരിക്കുക. അതിനും ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അത് ചെയ്യാനൊന്നും ഒരു നിവൃത്തിയില്ല. നിങ്ങളാ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് മുഖത്തല നടുവിലക്കര ആലുമൂടി ചരിവിള പുത്തൻ വീട്ടിൽ 42 വയസ്സുള്ള രതീഷാണ് ചികിത്സാ സഹായം തേടുന്നത്. എൻ്റെ രതീഷ്, ഞാൻ ഡൽഹി മണിചേട്ടനായിരുന്നു. പെട്ടെന്നുണ്ടായ ക്രിയാറ്റിൻ കയറി കൂടി ഡയാലിസിലോട്ടായി. ആഴ്ച 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പയുടെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഈ 2 മക്കളാണ്. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിപ്പം അപ്പം അച്ഛനും അമ്മേനെ കൂടെയാണ് ആക്കി നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന രതീഷിന് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രതീഷിന്റെ വൃക്ക മാറ്റിവെക്കുവാനാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ഏകദേശം 45 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നും ഇത്രയും ഭീമമായ തുക കുടുംബത്തിന് കണ്ടെത്തുവാൻ യാതൊരു മാർഗവുമില്ല. സന്മനസ്സുള്ളവരുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഇത് ഭാര്യ അച്ഛനാണ്. എൻ്റെ ഒരു ഇളയ മരിച്ചിട്ട് 6 മാസം പോലുമായി. അത് കഴിഞ്ഞാണ് അവൻ്റെ കാര്യം നോക്കുന്നത്. അവൻ്റെ കാര്യം ആശുപത്രി എഴുതിയപ്പോഴാണ് 2 കുട്ടി അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ മാറി വെക്കാൻ ചേർത്ത് പറഞ്ഞു. ഞങ്ങൾ ആകെ തകർത്തിട്ട് പോയി. ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാം വാടകയ്ക്ക് പോകേണ്ടത്. എൻ്റെ പേരിൽ നിവൃത്തിയില്ലാതെ 2 പൊടിക്കുഞ്ഞുങ്ങളും ഉണ്ടവന്. എന്തോ വേണം ഇങ്ങനെ അവിടെ കുത്തിയിരുന്നടിച്ചാൽ കൊല്ലപ്പടിയാ എന്തെങ്കിലും ചെയ്ത് അരി മേടിക്കാറുള്ള കാര്യങ്ങൾ നടക്കണം. അല്ലാതെ തന്നെ ഒരു നിവൃത്തിയില്ല. വേറെ ഒരു വരുമാനവുമില്ല. ഭാര്യ അമ്പിളിയും വിദ്യാർത്ഥികളായ മകനും മകളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രതീഷ്. കുടുംബം നിത്യവൃത്തിക്കും മരുന്ന് വാങ്ങുവാനും ഏറെ ബുദ്ധിമുട്ടുകയാണ്. വാടക വീടുകളിലാണ് നാളിതുവരെ കഴിഞ്ഞു വന്നത്. അയൽപ്പക്കക്കാരും സുഹൃത്തുക്കളും സഹായിച്ചാണ് ഇതുവരെ ഓരോ ദിനവും തള്ളി നീക്കിയത്. വാടക കൊടുക്കാനും മറ്റ് അനുബന്ധ ചെലവുകൾക്കും
മാർഗമില്ലാതായതോടെ കുടുംബ വീട്ടിലേക്ക് താമസം മാറി. രതീഷിന്റെ ഇളയ സഹോദരൻ 6 മാസങ്ങൾക്ക് മുമ്പ് വാഹന അപകടത്തിൽ മരണപ്പെട്ടതിന്റെ തീരാ ദുഃഖത്തിലാണ് കുടുംബം. ഇപ്പോൾ രതീഷിന്റെ രോഗാവസ്ഥ അച്ഛനെയും അമ്മയെയും ഏറെ വേദനിപ്പിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മോനാണ്. അവന് ഈ വൃക്കരോഗം കൊണ്ട് ഇങ്ങനെ സുഖമല്ല കിടക്കുക. 2 പിള്ളേരുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന അവർക്ക് അവിടെ അസുഖം മൂലം ഞങ്ങൾക്ക് ഇവിടെ 3 സെൻറ്റേ ഉള്ളൂ. ഞങ്ങൾക്കുള്ള സ്ഥലത്ത് അവരും കൂടെ ഇവിടെ താമസിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അത് ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നു. രതീഷിന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതായും ഭാര്യ അമ്പിളി പറഞ്ഞു. രതീഷിന്റെ പേരിൽ കുണ്ടറ SBI ബ്രാഞ്ചിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 6750666950. IFSC കോഡ് SBIN 00700064. ഗൂഗിൾ പേ നമ്പർ 9605808596.